അശ്വൻ ചേട്ടൻ ചെയ്യാത്ത കഥാപാത്രങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നാളുകളായിട്ട് സിനിമാ മേഖലയിൽ നിന്ന് എല്ലാ കഥാപാത്രങ്ങളും ചെയ്ത് കൂടുതലും ഹ്യൂമർ കഥാപാത്രങ്ങൾ ചെയ്ത് പിന്നീട് ഇത്തരം കഥാപാത്രത്തിലേക്ക് പോകുമ്പോൾ ഈ കഥാപാത്രങ്ങളോട് ഒത്തിരി പ്രണയം തോന്നി തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ. ഇപ്പൊ ഞാൻ 9 പടം അഭിനയിച്ചു, അതിലൊന്ന് ഇപ്പൊ റിലീസ് ചെയ്തു, ഇനി 8 പടങ്ങൾ ഇറങ്ങാനുണ്ട്. എല്ലാം ക്യാരക്ടർ റോളാണ്. ക്യാരക്ടർ റോൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഇമോഷനൊക്കെ ആയിട്ടുള്ളതും അങ്ങനെയുള്ള ക്യാരക്ടറാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. പണ്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ടൈപ്പ് ക്യാരക്ടേഴ്സാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. അത് എനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെയുള്ള വേഷങ്ങൾ കിട്ടിയത്. വീണ്ടും ഞാനൊരു ഹ്യൂമർ ചെയ്യാൻ പോകുന്നുണ്ട്. അത് കുറച്ചും കൂടി വേറെ ടൈപ്പാണ്. അതിനെക്കുറിച്ച് ഞാൻ ആ സമയത്ത് പറയാം. അത് വേറെ ടൈപ്പ് ആയിരിക്കണോ? വേറെ ടൈപ്പ് തന്നെ. അത് കുറെ പറയേണ്ടി വരും. 3 കാലഘട്ടത്തിലുള്ള ഒരാളാണ്. ഈ രമണൻ പോലെ ഒരു ഹിറ്റ് അല്ലെ, രമണൻ പോലെ ഹിറ്റ്, അങ്ങനെ കുറെ ഹിറ്റുകൾ അശ്വൻ ചേട്ടന്റെ ഹിറ്റുകളുണ്ട്. അത്തരം ഹിറ്റുകൾ ഇനി വേണമെന്ന് ചിന്തിക്കാറുണ്ടോ? അല്ല, അത് ആ കാലഘട്ടം. അത് രമണൻ എന്ന് പറയുന്നത്, അത് പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമ ആ കാലഘട്ടത്തിലെ സിനിമയാണ്. ഇന്നിപ്പോ അത് ആ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല, അത് വേറെ രീതി. പക്ഷെ ഇന്നും ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും മനസ്സിൽ രമണനുണ്ട്, അല്ലെങ്കിൽ പഞ്ചാബി ഹൗസ് സിനിമയുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അത് നമ്മുടെയും ഭാഗ്യമാണ്. ഒരു സിനിമ ജനങ്ങൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ 25 വർഷം കഴിഞ്ഞിട്ടും പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമ ഓർക്കുക, അതിലെ രമണനെ ഓർക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മഹാഭാഗ്യമാണ്. നമ്മളുടെ ഇത്രയും കാലത്തിലുണ്ടായ കരിയറിലെ ഏറ്റവും വലിയൊരു നേട്ടവും സമ്പാദ്യവും എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഇനി അതുപോലെ അല്ലെങ്കിലും വേറെ സിനിമകളാണെങ്കിലും ഹ്യൂമർ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹം. ആ വെറൈറ്റി ആയിട്ടുള്ള ചില വേഷങ്ങൾ വന്നിട്ടുണ്ട്. അത് താമസമില്ലാതെ തന്നെ ആ ക്യാരക്ടേഴ്സ് എല്ലാം വരും. വേറിട്ട വേഷങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും കുടുംബം എല്ലാ സിനിമയ്ക്ക് കാണാറുണ്ട്. ആ കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ട് ഇത്തരം കഥാപാത്രമാണോ, നമ്മൾ എന്നും ആളുകൾ ചിരിപ്പിക്കുന്ന കഥാപാത്രമാണോ കുടുംബത്തിന് ഏറ്റവും പ്രിയം? എല്ലാം ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് സിനിമ കണ്ടപ്പോൾ ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫിന് ഇഷ്ടമായി ഭയങ്കരമായിട്ട്. ഇമോഷണൽ ക്യാരക്ടറാണ്, നല്ല ക്യാരക്ടറുള്ളതാണ്, ഒരു ഹീറോയിൻ്റെ അച്ഛനാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എപ്പോഴും തമാശ ചെയ്യുന്ന ഒരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സംഭവം കാണുകയല്ലേ. ഒരു ഫാമിലിക്ക് കൊള്ളാം എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. കാരണം നമുക്ക് മക്കളുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും, അല്ലെങ്കിൽ സഹോദരങ്ങളുള്ള സഹോദരിമാർക്കും, അങ്ങനെ എല്ലാവർക്കും ചേർന്ന ഒരു സിനിമയാണെന്ന് ഒറ്റ വാക്കിൽ പറയാവുന്ന സിനിമയല്ലേ ഇത്? അതെ, ഇതിപ്പോ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതിന്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ കൊള്ളൂല, പറയാൻ പറ്റില്ല. അത് കൊള്ളില്ല എന്നല്ല, അത് പറഞ്ഞാൽ അതിൻ്റെ ഒരു സസ്പെൻസ് പോകും. ഇതൊരു പ്രണയം തന്നെയാണ്, പക്ഷെ 2 കുടുംബമുണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ മറ്റു കുറേ കൂട്ടുകാരുണ്ട്. അങ്ങനെ ഒരുപാട് ചുറ്റുവട്ടം ഇതിനെ ചുറ്റിപ്പറ്റിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പല പ്രായത്തിലുള്ളവർ. അവരൊക്കെ ഇതിൽ പോലീസ് ഇടപെടുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. എന്നാലും ഈ 2 കുടുംബത്തിന്റെ, അല്ലെങ്കിൽ ആ 2 കുടുംബം ജാതി പറയുന്നുണ്ട്. 2 കുടുംബത്തിലുള്ള ഈ 2 കുടുംബത്തിലെ ഹീറോയിന്റെയും ഹീറോയിന്റെയും കുടുംബത്തിലുള്ള അച്ഛൻ്റെ അമ്മയുടെയും കഥയുണ്ട്. അവരുടെ ബന്ധപ്പെടുന്ന കുറേ ഇൻസിഡൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി കലർത്തിയിട്ടുള്ള ഒരു ഫാമിലിയാണോ യൂത്താണോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു, അങ്ങനെ അതാണ് അതിനകത്ത് കറക്റ്റ്. നമുക്ക് ഈ ഇടയ്ക്ക് വന്ന സിനിമകൾ, പല സിനിമകളും ഒരു ദിവസം കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റിലേക്ക് മാറുന്ന സിനിമ, ഏറ്റവും ഉദാഹരണമാണ് രോമാഞ്ചമൊക്കെ. ആ രീതിക്കാണ് ഈ സിനിമയുടെ ഒരു ഹൈപ്പ് ഞാൻ കാണുന്നത്. ആദ്യത്തെ ഷോയ്ക്ക് ആൾ കുറവാണ്, പിന്നത്തെ ഷോയ്ക്ക് ആൾ കൂടുന്നു, പിന്നെ ഷോയുടെ എണ്ണം കൂടുന്നു, തിയേറ്ററിന്റെ വലിപ്പം കൂടുന്നു, എണ്ണം കൂടി, തിയേറ്ററുകൾ ഇന്നില്ലാത്ത സിനിമകൾ ഇത് വൈകുന്നേരം തൊട്ട് തിയേറ്ററിൽ എണ്ണം കൂടുന്നു. അങ്ങനെ പതുക്കെ നല്ല സിംറ്റംസ് ആണ്. നല്ല സിനിമ എന്ന് പറയുന്ന ഒരു സിംറ്റംസ് ആണ് കണ്ടതൊക്കെ. നല്ല മൗത്ത് പബ്ലിസിറ്റിയിലേക്ക് പോകും അല്ലെ. ഈ അശ്വൻ ചേട്ടൻ പല സിനിമകളും കാണുന്ന വ്യക്തിയാണ് അല്ലെ. പല സിനിമകളും ഒന്ന് കാണുന്നത്, ആദ്യ ഷോ കാണാൻ വരുന്ന ഒരു സിനിമ സ്നേഹിക്കുന്ന ഒരാളായെന്ന് കാണുന്നു. ഈ ഇടയ്ക്കൊക്കെ ഒത്തിരി സിനിമകൾ കണ്ടു. മനസ്സിൽ നിന്ന് ഓർത്തു വെക്കാൻ പറ്റുന്ന സിനിമകൾ വരുന്നുണ്ടോ ഇപ്പൊ? അങ്ങനല്ല, ഏത് ജോണറിൽ പെട്ടതാണെന്നുള്ളതില്ല. കാരണം വെച്ചാൽ ഏതിപ്പോ രോമാഞ്ചം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് മോൻ അഭിനയിച്ചുകൊണ്ടല്ല. രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയുടെ ഒരു മേക്കിങ്, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടന്റ്, പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു റീ റെക്കോർഡിങ്, എഡിറ്റിങ് എല്ലാം ഭയങ്കരമായിട്ട് ചേർന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ സിനിമയാണ്. പക്ഷെ അതൊരിക്കലും അത്ര ഹിറ്റാകുമെന്ന് അത് എഴുതുമ്പോഴോ അത് നിർമ്മിക്കുമ്പോഴോ അത് റിലീസ് ചെയ്യുമ്പോഴോ ഒക്കെ ഒന്നും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല അത്ര ഹിറ്റാകുന്നു. പക്ഷെ ഇത്രയും അതിൻ്റെ റൈറ്ററും ഡയറക്ടറുമായ ആൾ പറഞ്ഞിട്ടുള്ളതാണ് 2 ആഴ്ച കൊണ്ടാണ് സബ്ജക്റ്റ് എഴുതി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ബാക്കി മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവർ എടുക്കും തോറും അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിയ സംഭവം. അതൊരു വീടും ഒരു 8-10 ആർട്ടിസ്റ്റുകളും വെച്ചിട്ടാണ് ആ സിനിമ ചെയ്തേക്കുന്നത്. അതിൻ്റെ പരിസരം വെച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക്. അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ
സിനിമയൊക്കെ നമുക്ക് കാണാൻ നേരത്ത് നമുക്കൊരു അത്ഭുതം തോന്നുകയാണ്. കാരണം ഇത് എങ്ങനെ ഇവർ പ്രെഡിക്റ്റ് ചെയ്തത് സിനിമയായി കഴിയുമ്പോൾ ഇത് ഇത്ര ഹിറ്റാകുന്നു. സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കിടുങ്ങി പോവുകയാണ്. ഇതെന്താണിത്, എന്താ കാണിച്ചത്, ഒരു മാജിക് പോലെ നമുക്ക് ഫീൽ ചെയ്തു. ആ ഫീല് ആ പടത്തിന് ഭയങ്കരമായിട്ട് കിട്ടി, ഈ രോമാഞ്ചം തന്നെ പടത്തിൽ. അപ്പം അതുപോലെ പല ടൈപ്പ് പടങ്ങളും പല കഥകളും നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെല്ലാം ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കൗട്ട് ആവില്ല. ഒരു ഫാമിലി സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് സിനിമകൾ ഇപ്പോൾ കുറവാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്തു പറയും? അല്ല, അത് ഒരു കാലഘട്ടത്തിൻ്റെയാണത്. ജനങ്ങൾക്ക് ഇഷ്ടം ഒരിടക്ക് ഇങ്ങനെ തമാശ പടങ്ങളായിരുന്നു, ഒരിടക്ക് ഫാമിലി ആയിരുന്നു, നല്ല നല്ല കഥകളുണ്ടായിരുന്നു. പിന്നെ ഇത് ഹ്യൂമറിലേക്ക് വന്നു, ഹ്യൂമർ മാത്രമായി. പിന്നെ ഫൈറ്റിലേക്ക് വന്നു, തിയേറ്റർ സിനിമയായിട്ട് മാറി. അത് 5 ഫൈറ്റും ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ബഹളമൊക്കെ ഉണ്ടെങ്കിൽ തിയേറ്ററിലെ ആൾക്കാർ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂറൊക്കെ നമുക്കൊരു തിയേറ്ററിൽ ഇരുന്ന് അതെല്ലാം പറഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയ സിനിമയൊക്കെ തന്നെയല്ലേ. അപ്പൊ പലതും പല രീതിയിൽ അവർ മേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പല രീതിയിലുള്ള സിനിമകൾ. അത് നല്ലതാണ് എപ്പോഴും, ഒരു കാറ്റഗറി പിടിക്കാതെ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഹ്യൂമർ എൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ ചോദിച്ചത്, ഈ ഹ്യൂമറൊക്കെ നിങ്ങൾ അന്ന് കാലത്ത് ഇത് എങ്ങനെ മേക്ക് ചെയ്തു എന്ന് ചോദിച്ച ഒരു ഡയറക്ടർ എന്നോട്. ഞാൻ മേക്ക് ചെയ്തതൊക്കെ അതിൻ്റെ ഡയറക്ടേഴ്സാണ്. പഞ്ചാബി ഹൗസിനെ കുറിച്ചാണ് അവരൊന്നും ചോദിച്ചത്. പഞ്ചാബി ഹൗസ്, പറക്കും തളി, ഇതൊക്കെ എങ്ങനെ മേക്ക് ചെയ്തു. അപ്പൊ പുള്ളിക്ക് അതിന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അയാളെ ഹ്യൂമറിനെ കുറിച്ച് ഒരു ഷോട്ട് മിസ്സായാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ സിനിമകൾ വരും. പക്ഷെ എപ്പോൾ ഏത് സിനിമ വന്നാലും ഏത് കാലഘട്ടം ഉണ്ടായാലും ശരിയാണ്, തമാശ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു മരണമില്ല. അത് എപ്പോഴും ഹിറ്റ് തന്നെ ഇരിക്കും, നല്ല സിനിമയാണെങ്കിൽ. അത് അങ്ങനെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതെ, എപ്പോഴും തമാശ സിനിമയ്ക്ക് അന്നും ഇന്നും എക്കാലവും ഡിമാൻഡ് തന്നെയാണ്. നല്ല തമാശ, നല്ല മേക്കിംഗ്, നല്ല തമാശ ആയിരിക്കണം, കണ്ടന്റ് എല്ലാം ഒത്തുവരണം. ഈ സ്ക്രിപ്റ്റുകൾ ഇപ്പൊ സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ, സെലക്ട് ചെയ്താണല്ലോ അശോക് ചേട്ടൻ സ്ക്രിപ്റ്റുകൾ പണ്ട് ഇന്നും അതെ. ഈ സെലക്ഷൻ ചെയ്ത് പാളിപ്പോയിട്ടുണ്ടെന്നോലും എത്ര സിനിമകൾ പാളിയിട്ടുണ്ട്. നമ്മളെല്ലാം ശ്രദ്ധിച്ച് കഥകൾ കേൾക്കുന്നു, അണ്ട് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും പലരും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല, നമ്മളോട് പറഞ്ഞ പലരും ഉണ്ടാവില്ല. ചിലപ്പോൾ അതിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അത് ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെ കുറക്കും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേണ്ട രീതിയിൽ മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ പറ്റും. പലതും നമ്മൾ പല രീതിയിലും കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, ഇന്ന ആളാണ്, മറ്റേ ആർട്ടിസ്റ്റാണ്, മറ്റേ റീ റെക്കോർഡിങ് മറ്റേതാണ്, അതാണെന്നൊക്കെ പറയും. നമ്മളെല്ലാം കേട്ട് ഭയങ്കര രസത്തിലടിച്ച് അവിടെ ചെല്ലുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ മാറും. ചിലപ്പോൾ പറഞ്ഞ രീതിയിലൊന്നും അത് വരില്ല. അങ്ങനെ അസ്വസ്ഥനാക്കിയിട്ടില്ല. അങ്ങനെ അതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അവിടെ കിട്ടുന്നത്. നമ്മൾ വളരെ പ്രതീക്ഷിച്ചു പോകുന്ന നല്ല സബ്ജക്ട്, നമ്മളിൽ വന്ന സബ്ജക്ട് വേണ്ട എന്ന് പറഞ്ഞ സബ്ജക്ട് തള്ളിയപ്പം പിന്നീട് അത് ഹിറ്റ് അടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനങ്ങനെ നമുക്ക് വേണ്ട എന്ന് പറയുന്നത് വളരെ റെയറാണ്, ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വലിയ ഹിറ്റുകളൊന്നും ആയിട്ടൊന്നുമില്ല. ഇനി ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള യാത്രയാണ്, അന്നും ഇന്നും അതേ ലക്ഷ്യബോധത്തോടുള്ള യാത്രയാണ്. എപ്പോഴും അശോകൻ ചേട്ടൻ അഭിനയിക്കുന്നതും ഒരു സിനിമ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, ഒരു സിനിമയാണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഇഷ്ടം അഭിനയം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ വേറൊരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് കൂടുതൽ നല്ല നല്ല വേഷങ്ങൾ വരുന്നു, വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പൊ പണ്ട് ആഗ്രഹിച്ചിരുന്ന വേഷങ്ങളാണത്. അപ്പൊ അതിനപ്പോൾ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനിയിപ്പോൾ അത്തരം സിനിമകൾ കുറച്ച് നമ്മൾ ചെയ്യും. അതനുസരിച്ചിട്ട് നമ്മൾ ടൈമും കാര്യം നോക്കിയിട്ട് ഒരു സിനിമയും കൂടി ഡയറക്റ്റ് ചെയ്യും. ഒരു സിനിമ ഉടനെ ഇല്ല എന്താണെങ്കിലും അത് കഥയും കാര്യങ്ങളൊക്കെ റെഡിയാണ്, സ്ക്രിപ്റ്റൊക്കെ പൂർണ്ണമായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ അത് ഇരിക്കും തോറും അതുപോലെ പിന്നെ ഞാൻ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകൂടെ സമയം കിട്ടും. പിന്നെ ആ സബ്ജക്റ്റ് എപ്പോഴും പറയാൻ പറ്റിയതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയില്ല. ഏത് സമയത്തും ഇറങ്ങാവുന്ന ഒരു സിനിമയാണത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ പണ്ട് അശോകൻ ചേട്ടൻ ഒരു കൂട്ടുകാരനായിരിക്കാം അല്ലെ, ഒരു കൂട്ടക്കളി എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് മിമിക്രിയിൽ പറഞ്ഞ ഭാഷ പോലെ കൂട്ടക്കളി എന്നൊരു സിനിമയിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ വരുന്നതെല്ലാം ഒരു അച്ഛൻ കഥാപാത്രത്തിലേക്ക് മാറി ഇല്ലേ, അച്ഛൻ കഥാപാത്രങ്ങൾ കിട്ടുന്നു, ഒരു ഏജ് വർദ്ധിക്കുന്ന കഥാപാത്രത്തിലേക്ക് പോകുന്നു. ആ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് വളരെ തൃപ്തനായിട്ട് തന്നെയല്ലേ പോകുന്നത്? അതെ 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 അതെ. പിന്നെ നെഗറ്റീവ് ക്യാരക്ടർ വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ പണി നടക്കുന്നുണ്ട്, സ്ക്രിപ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പഴയ പോലെ കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തടിയൊന്നും അധികം വെക്കാതെ നമ്മൾ വേറൊരു അപ്പിയറൻസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ചും കൂടി ഈ പ്രായത്തിലും മഹാറാണി ചെയ്തിട്ടുള്ള ഏജ് ആയിട്ടുള്ള ക്യാരക്ടറേക്കാളും വളരെ യങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ 3 കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രം വന്നിട്ടുണ്ട്. അതൊരു ലീഡിങ് സബ്ജക്റ്റാണ്.
അതും ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി ഹ്യൂമർ ചെയ്യണമെന്ന് തോന്നി മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന എനിക്കത് ചെയ്യണം, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാവില്ല. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊരു കഥ വന്നിട്ടുണ്ട്, സബ്ജക്റ്റ് പറഞ്ഞ അവർ ഫുൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതൊരു 3-4 പേരെ കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ്. നമുക്കത് കഴിയുമെന്നുള്ളതാണ്. അല്ല, അതല്ല, അത് ആ ക്യാരക്ടർ ഇപ്പം എൻ്റെ ആകാരം എൻ്റെ ശരീരം വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യണമെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ 4 പേരെ കൊല്ലുന്നുണ്ടെങ്കിലും 3 പേരെ കൊല്ലുന്നത് കാണിക്കുന്നില്ല, ഒരാളെ കൊല്ലുന്നത് കാണിക്കുള്ളൂ. ഇങ്ങനെയാണ് മറ്റു 3 പേരെ കൊന്നതെന്ന് പറയുന്നുള്ളൂ. അത്ര ഒരു കഥാപാത്രം വന്നിരിക്കുകയാണ്. അങ്ങനെ അത് നെഗറ്റീവാണ്, പക്ക നെഗറ്റീവ് ക്യാരക്ടറാണ്. ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന പ്രേക്ഷകർ അങ്ങനത്തെ ഒരു ആളെ ആയിരിക്കില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇത്ര ഒരു കഥാപാത്രം. അതും ചെയ്യണം, കാരണം അത് വെച്ചിട്ട് നമ്മളൊരു കോമഡി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്ന ഒരു ഓഡിയൻസ്, കാരണം അവർക്കറിയാം ഒരു ആർട്ടിസ്റ്റ് എന്താ. നമ്മളൊക്കെ നേരത്തെ കുറേ കൊടുത്തിട്ടുള്ളതാണ്, ഇതിനുള്ള മനസ്സിൽ സ്ഥാനമുണ്ട്. അതും പറഞ്ഞൊരു തീരെ മോശമായിട്ടുള്ള ക്യാരക്ടർ അല്ല അത്. ഇയാൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാവും. ഒരു ക്രൂരനായിട്ട് ചിത്രീകരിക്കപ്പെടുവോ ആ സിനിമ കഴിയുമ്പോൾ? ആയിരിക്കാം ചിലപ്പോൾ, അതിന്റെ അങ്ങനെ ആവാം. അതിന്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഒരിടയ്ക്ക് സിനിമ ഒന്ന് കുറഞ്ഞിരുന്നു, സിനിമയൊന്നും മാറി നിന്നിരുന്നു. അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടിയോ മാനസികമായിട്ട്? ഇല്ലില്ല, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് നല്ല വേഷം വരുമ്പോൾ ചെയ്യാന്നും പറഞ്ഞ് എന്നെ മാറി. നമ്മളെ തേടി വരുന്ന വേഷം ഇല്ലാഞ്ഞിട്ടല്ല, സിനിമ ഇല്ലാഞ്ഞിട്ടല്ല, വന്ന സിനിമകളെല്ലാം വളരെ എന്താ പറയുക, ഇപ്പോഴത്തെ ജനറേഷന്റെ ഭാഷയിൽ ക്ലീഷ ആയിരുന്നു. ഫുൾ സെറ്റപ്പ് നല്ലതല്ല, കഥാപാത്രവും നല്ലതല്ല. അങ്ങനെ കുറച്ചാലും ഞാൻ മാറിയിരുന്നു, വേണ്ടെന്ന് വെച്ചു. പക്ഷെ എനിക്ക് അപ്പോഴും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. പക്ഷെ ആ സമയത്തും പിന്നെ ഈ കോവിഡ് വന്ന സമയത്ത്, പ്രളയം വന്ന സമയത്തൊക്കെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടു. ഒത്തിരി സിനിമകൾ, എല്ലാ ഭാഷകളിലും സിനിമകൾ കണ്ടു, പല ഭാഷകളിലും. അത് വളരെയധികം ഗുണം ചെയ്തു എനിക്ക്. ഇപ്പൊ നമ്മൾ അതൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ സിനിമകൾ കുറെ കണ്ട് അതുപോലത്തെ കുറെ ക്യാരക്ടർ ചെയ്യാൻ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോ ഏതെങ്കിലും അതുപോലെ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലുണ്ടാവും. അതെ 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 അതെ, അതൊക്കെ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു സമയത്ത് അശോകൻ ചേട്ടൻ വലിയ കൂട്ടുകെട്ടായിരുന്നു. ആ വലിയ കൂട്ടുകെട്ട് അല്ല, ഒരു ഗ്യാങ്. അശോകൻ ചേട്ടൻ എവിടെ പോയാലും ഒരു ഗ്യാങ്, അവർക്ക് വലിയ സ്നേഹം വാരിക്കോരി കൊടുക്കും. ഇന്നും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. ആ കൂട്ടുകെട്ടിലൊക്കെ നിലനിർത്തി തന്നെ പോകുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ. തീർച്ചയായിട്ടും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണല്ലോ. ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനുള്ളത്? നമ്മുടെ കുടുംബം, പിന്നെ നമ്മുടെ സുഹൃത്തുക്കള്, അതെല്ലാവരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അവരൊന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അവരോടൊപ്പമുള്ള യാത്ര ഇപ്പോഴും കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ അശോകൻ ചേട്ടനെ സഹായിച്ച ഒരു വ്യക്തി എന്ന് പേര് പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? ആരെ സഹായിച്ച്? അശോകൻ ചേട്ടനെ ഒന്ന് സഹായിച്ചു എന്ന്. ഒരുപാട് പേരുണ്ട്, ഒരാളൊന്നും അല്ല, ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട്, സിനിമയിലും ജീവിതത്തിലും. ആ സഹായം ഒത്തിരി കൈത്താങ്ങായിട്ടുണ്ടല്ലേ നമ്മുടെ ഉയർച്ചയ്ക്ക്? തീർച്ചയായിട്ടും ഒത്തിരി പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അശോകൻ ചേട്ടന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് ഒരു കാഴ്ചപ്പാടിൽ പറയാൻ പറ്റുന്നത്? എനിക്കൊരു ഉപദേശം ഇങ്ങനെ സ്നേഹിക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണം, സ്നേഹിക്കുകയും ചെയ്യണം, ബഹുമാനിക്കണം, എല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും പിന്നെ നമ്മുടെ ധനം കൊണ്ടും ഒക്കെ സഹായിക്കാം നമുക്ക്. അത് ഉള്ളതുപോലെ കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അങ്ങനെ ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അത്രേ ഉള്ളൂ. അശോകൻ ചേട്ടനെ ഏറ്റവും വേദനിപ്പിച്ച സംഭവം ഓർക്കാൻ പറഞ്ഞ ഏതോർക്കും? അതൊക്കെ ഞാൻ മറന്നുപോയി. ഒരു മനുഷ്യന് ഒരു ഏറ്റവും പെയിൻ കിട്ടിയിരിക്കുന്ന സംഭവം ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതൊന്നും അങ്ങനെ മനസ്സിൽ അങ്ങനെ സൂക്ഷിക്കുന്നു. ഉണ്ടായിട്ടുണ്ട് പണ്ട്. പിന്നെ അതും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളൊന്നും അല്ല. നമുക്കുണ്ടായിട്ടുണ്ട്, അത് അവിടെ വന്നു, അവിടെ വെച്ച് പോകുന്നു അല്ലേ? അത്രേ ഉള്ളൂ അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി ചെയ്യാം. ഇപ്പൊ ഈ രാഷ്ട്രീയത്തിലുള്ളവർ, ഈ സിനിമയിലുള്ള രാഷ്ട്രീയം പറയുന്നവർക്ക് സർക്കാരിൽ നിന്നും പല സ്ഥാനമാനങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ സെൻസർ ബോർഡ് ആണെങ്കിലും അങ്ങനെ കിട്ടുന്നുണ്ട്. ഇവരൊക്കെ ഈ സിനിമയിൽ നിന്നും രാഷ്ട്രീയം പറഞ്ഞ് സെൻസർ ബോർഡിൽ ഇരിക്കുമ്പോൾ അത് സിനിമയ്ക്ക് ബാധിക്കുന്നുണ്ടോ, ഗുണം ചെയ്യുന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. കാരണം ഞാൻ പറയുന്നത്, നമുക്ക് ഒരു ദിവസം തന്നെ 24 മണിക്കൂറാണ്. എനിക്ക് ജീവിക്കാനായി 24 മണിക്കൂർ പോരാ. എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ, എൻ്റെ സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ എനിക്ക് അവിടെ സമയം കിട്ടാനാ? ശരിയാണ്. എൻ്റെ കുടുംബം, എൻ്റെ സിനിമ എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും എനിക്ക് 24 മണിക്കൂർ പോരാ, അതിനുവേണ്ടി വർക്ക് ചെയ്യാനൊക്കെ. പിന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ അധികം കയറാറില്ല.
അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, അത് അതിന്റെ വഴിക്കുന്നുള്ള നിലയ്ക്ക് അല്ലേ? അതൊക്കെ നോക്കാൻ അതിൻ്റെ ആൾക്കാരുണ്ട്, അവര് നോക്കിക്കോളും. പിന്നെ അവർക്ക് ഭംഗിയായിട്ട് നോക്കിക്കോളും. നോക്കുന്നുണ്ട്. മമ്മൂക്ക, ലാലേട്ടനൊക്കെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയിൽ നിന്നും കിട്ടിയ ഒരു ഉപദേശം എന്തായിരിക്കും എപ്പോഴും? നിങ്ങൾ വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. അല്ല, മമ്മൂക്ക പറഞ്ഞെന്ന് വെച്ചാല് ഒറ്റ കാര്യമുള്ളു, നമ്മൾ എത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചാലും ശരിയാണ്, നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ അയ്യോ അവിടെ കുറച്ചുകൂടി നന്നാക്കായിരുന്നു. അത് ലോകത്തെ ഏത് നടനെ പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഡിഫക്റ്റുകൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞേക്കണത് ഇത് സംഭവിക്കുന്നതാണ് നമ്മൾ. അതൊക്കെ ആ ക്യാരക്ടർ നമ്മൾ 1-2 ദിവസം കഴിയുമ്പോൾ ആ ക്യാരക്ടർ അങ്ങോട്ട് ആകും എന്ന് പറയും. നമുക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള 2 മഹാവ്യക്തികളാണ് മലയാള സിനിമയുടെ. മലയാള സിനിമയ്ക്ക് ഭൂമിക്ക് ഒരു അച്ചുതണ്ടുള്ളൂ, മലയാള സിനിമയ്ക്ക് 2 അച്ചുതണ്ട്, ഇവർ 2 പേരാ. അപ്പൊ അവരുടെ സിനിമകൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വേർഷനിൽ ചെയ്തിട്ടുള്ള കുറേ രാജാക്കന്മാരാണ്. അതൊക്കെ ഭയങ്കര ഒരു എന്താ പറഞ്ഞ ഒരു എൻസൈക്ലോപീഡിയാണ് മലയാള സിനിമ 2 പേരും. ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നല്ല സൗഹൃദം. ഒരുപാട് എത്രയോ സിനിമകളാണ്, ഭയങ്കര രസകരമായ മുഹൂർത്തങ്ങളായിരിക്കും. ഒരുപാടുണ്ട്. ലാലേട്ടൻ പറയുന്ന രീതി വേറെയും മമ്മൂക്ക പറയുന്ന രീതി, രണ്ട് രീതിയാണ് അല്ലെ? അതൊക്കെ ഞാൻ കുറെ പറഞ്ഞു. അവരുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഇപ്പോഴും കാണാറുണ്ട്, അമ്മയുടെ പരിപാടിക്കൊക്കെ വരുമ്പോൾ കാണും. ആ സൗഹൃദമൊക്കെ ഇപ്പോഴും നിലനിൽക്കുമല്ലേ നിങ്ങളൊക്കെ ആയിട്ട്? നമ്മൾ അവിടെ വരുമ്പോ കാണുന്നതാണ് അതൊക്കെ. അയ്യോ, അവരൊക്കെ ഇപ്പോഴും 2 പേരും രണ്ടല്ല, മലയാള സിനിമയിലുള്ള എല്ലാവരും നല്ല സൗഹൃദത്തോട് തന്നെ പോകുന്നവരാണ്. ഈ സിനിമയിൽ ഇപ്പോഴത്തെ മറ്റൊരു പ്രത്യേകത കാണുന്ന ബാക്ക്ഗ്രൗണ്ട്, ഇതിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പണ്ടൊന്നും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ വളരെ പ്രാധാന്യം നൽകുന്നു. എന്നാൽ പാട്ടുകൾക്ക്, വരികൾക്കൊക്കെ വലിയ മ്യൂസിക് കയറിയിട്ട് പാട്ട് കേൾക്കാത്ത നിലയിലേക്ക് വരുന്നുവെന്ന് പൊതുവെ ആളുകൾ പറയുന്നു. അതൊക്കെ അശോകൻ ചേട്ടൻ പാട്ട് പാടാറുണ്ട്. ഇതൊക്കെ അശോകൻ ചേട്ടൻ വിലയിരുത്താറുണ്ട് സിനിമകൾ കാണുമ്പോൾ. അല്ല, പാട്ടുകളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പാട്ട് മാത്രമായിട്ടല്ല നമുക്ക് കേൾക്കുന്നത്. സിനിമയിൽ നമുക്ക് എന്താണ് പാട്ടിനുള്ള സ്ഥാനം, ആ സമയത്ത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, അത് മാറ്റി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് പാട്ട് മാത്രമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മോശമായിട്ട് തോന്നാം, ഇതെന്ത് പാട്ടാണെന്ന്. പക്ഷെ സിനിമയിൽ ഇത് കാറ്റായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നണത്. ഈ സിറ്റുവേഷൻ അനുസരിച്ചുള്ള സോങ്ങുകളുണ്ട്. അപ്പൊ നമ്മുടെ മഹാറാണിയിൽ അങ്ങനെയാണ് പോകുന്നത്. ഭയങ്കര രസമായിട്ട് ഭയങ്കര പ്രാധാന്യം, അത് അതിലേക്കാണ് പോകുന്നത്. ഭയങ്കര പ്രാധാന്യമുണ്ട് ആ സോങ്ങുകൾക്കും, ഭയങ്കര അർത്ഥമുള്ള സോങ്ങുകളാണ്. അത്തരം പാട്ടുകളല്ല ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, പണ്ട് സിനിമയിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. സിനിമയിൽ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രണയഗാനം, അല്ല ഒരു പാത്തോസ്, ഒരു ഇൻട്രൊഡക്ഷൻ സോങ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ പാട്ടിലൂടെ തന്നെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അതെ, റീ റെക്കോർഡിങ്ങിന് വരെ സോങ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പണ്ട് കാലത്ത് ഒരാള് ഒരു സ്ത്രീ ഒരു പുരുഷനും കല്യാണം കഴിച്ചാൽ അയാൾക്കൊരു കുട്ടി ഉണ്ടായി, അവൻ പഠിച്ച് വലുതായി ജോലിക്കാരനായി മരിക്കുന്നവരെ വേണമെങ്കിൽ ഒരു പാട്ടിക്ക് പറയാൻ പറ്റും. ഒരു കഥ പറയലുണ്ടായിരുന്നു ഒരു പാട്ടില്. ഇന്ന് അതല്ല, ഇന്ന് പാട്ട് ഒരു റീ റെക്കോർഡിംഗ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്, പാട്ട് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പല രീതിയിലും പാട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചില പാട്ടുകൾ പാട്ടായിട്ട് മാത്രം കേൾക്കുമ്പോൾ ഇതെന്ത് ഇങ്ങനെയെന്ന് ചോദിക്കും. പക്ഷെ പടം കാണുമ്പോൾ അത് ആപ്റ്റായിരിക്കും. പടം കാണുമ്പോൾ കൃത്യമായിരിക്കും. ഈ എഴുതുന്ന കാര്യത്തിൽ എങ്ങനെയാണ്? മടിയാണോ? സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യത്തിൽ മടിയുണ്ടോ? സ്ക്രിപ്റ്റ് ഞാൻ എനിക്ക് തോന്നുന്ന സംഭവങ്ങൾ ഞാൻ കുറിച്ച് വെക്കാറുണ്ട്. അത് പിന്നീട് കഥയാക്കാനുള്ള ശ്രമത്തിലാണോ? അങ്ങനെ തീരുമാനിച്ചില്ല, ചിലപ്പോൾ എപ്പോഴെങ്കിലും കഥയായേക്കാം. അത്രയുള്ളൂ. ഒരു ജീവിത യാത്ര ഒരു പുസ്തകമാക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതുണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഹിസ്റ്ററി ഒരെണ്ണം വരുന്നുണ്ട്. അത് ഒത്തിരി യാത്രയുള്ളതാണല്ലോ. ഒത്തിരി ജീവിത യാത്രയല്ല, ജീവിതം എൻ്റെ ലൈഫ് ബുക്ക് ആക്കുന്നുണ്ട്. ഞാൻ ഇത് അറിഞ്ഞിട്ടും കൂടെ ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര അങ്ങനെ ചെയ്താൽ നല്ലത്. അത് ചെയ്യുന്നുണ്ട്. സമയം എടുത്ത് വേണം ചെയ്യാനത്. എഴുതി വെച്ച് പോകുന്നു. നോട്ട് ചെയ്ത് ആദ്യം ഞാൻ അച്ചുന്ന് വിളിക്കുന്നുണ്ട്. അച്ചുവുമായിട്ട് പല കാര്യങ്ങളും സിനിമ ചർച്ച ചെയ്യാറുണ്ടോ? അച്ഛന്റെ സിനിമ, മോന്റെ സിനിമ, അങ്ങനെയുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളുണ്ട്. ഇനിയും നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്, ഉണ്ടാകാൻ സാധ്യത കുറെ വന്നു. പക്ഷെ ഞങ്ങൾ അത് നല്ല സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്, നല്ലതാണെങ്കിൽ ഞങ്ങൾ വീണ്ടും അഭിനയിക്കും. അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലും അങ്ങനെ ഉണ്ടാവും? അത് സംഭവിക്കാം ചിലപ്പോ. അങ്ങനെ വന്നാല്, അങ്ങനെ കഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള അവസരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുമല്ലോ. ഉറപ്പായിട്ടും അത് ഉണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കാൻ ചിലപ്പോ. ഇങ്ങനൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. കഥയ്ക്ക് പറ്റിയതാണെങ്കിൽ
അല്ല അത് അവന് ആപ്റ്റായതായിരിക്കണം, നല്ല വിഷയം ഇരിക്കണം, നമുക്കും ആ സമയത്ത് ഫ്രീ ആയിട്ട് നമ്മൾ നിൽക്കണം. നമുക്ക് സിനിമയുള്ള സമയത്തല്ലേ പറ്റുള്ളൂ, സിനിമ ഷൂട്ടുള്ള സമയത്ത് പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റും. അതുപോലെ നമുക്ക് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുകയാണെങ്കിൽ നല്ല സബ്ജക്ട് വന്നാൽ ഞാൻ ഡയറക്റ്റ് ചെയ്യും. ഉറപ്പാണ്. ഈ മഹാറാണി സിനിമ അന്ന് എന്നോട് പറഞ്ഞു, മാർത്താണ്ഡ ഇതുവരെ എന്നെ ഒരു സിനിമയിലും വിളിച്ചിട്ടില്ല, ഭയങ്കര കമ്പനിയാണ് ഞങ്ങള്, ഈ സിനിമയ്ക്കാണ് എനിക്ക് അതുപോലെ ഒരു വേഷം വരാത്തോണ്ട് വിളിക്കാൻ അതന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ അതിനുള്ള വേഷമായിരുന്നു തന്നത്. അല്ല അതാണ് മാർത്താണ്ഡ പറഞ്ഞത്, അങ്ങനത്തെ ഒരു വേഷം വരട്ടെ. അല്ല ഞാൻ ചോദിച്ചിട്ടില്ല, മാർത്താണ്ഡ ഇങ്ങോട്ട് പറയാം, ഞാൻ ഇത്ര നാളായിട്ട് ഒരു പടം ചെയ്തിട്ട് ഞാൻ മാഷാണ്ടിനെ വിളിച്ചിട്ടില്ല, ഇപ്പൊ ആപ്റ്റ് ഒരു വേഷം വന്നപ്പോൾ ഞാൻ വിളിച്ചു. ഞാൻ നീ വിളിക്കാതിരുന്നതിൽ എനിക്ക് ഒരു പരാതിയുമില്ല, കാരണം തന്നതിൽ സന്തോഷമുണ്ട്, അത്രേ ഉള്ളൂ. കാരണം അത്രയും വളരെ സൗഹൃദമാണ് ഞാൻ തമ്മിൽ. അതെ അതെ, നിങ്ങൾ തമ്മിൽ അത്രയും സൗഹൃദമുള്ളത്. അപ്പൊ അത് കറക്റ്റ് ഒരു വേഷമാണ് കിട്ടിയെന്ന എനിക്ക് പ്രേക്ഷകൻ നല്ല വേഷമാണ് തന്നത്, നല്ല വേഷമാണ്. ഈ അതിനകത്ത് ഏറ്റവും ആദ്യം കാണിക്കുന്നത് എല്ലാ ക്യാരക്ടറേയും കാണിക്കുന്ന ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴാണ് കാണിക്കുന്നത്. അതിലൊരു വരവുണ്ട് അശോകൻ ചേട്ടന്റെ, ആ ഒരു ഫീൽ ചെയ്തൊരു വരവുണ്ട്. ഓട്ടോറിക്ഷയിൽ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പ്രേക്ഷകർ കണ്ടു വേണം തീരും ആ വരവ്. അത്തരം സാധനങ്ങൾ, ഈ മുഖഭാവങ്ങളൊക്കെ ഒരു വ്യത്യാസം വരുന്നത് പെട്ടെന്ന് ക്യാരക്ടറിലേക്ക് കയറി കൂടുവാണ് അശോകൻ ചേട്ടൻ. അത് സംഭവിക്കുന്നതല്ലേ, നമ്മളിതൊന്നും എന്തെന്നാ പറഞ്ഞ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്. അത് ചിലപ്പോൾ നമ്മൾ അഭിനയിക്കും വരുന്നതായിരിക്കുള്ളൂ. അതെങ്ങനെ വന്ന് കൂടുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണല്ലോ. അതെ, അത് നമ്മള് അഭിനയിക്കുമ്പോൾ മൊത്തം അങ്ങനെ വരുന്നതല്ലേ. ഇതിലിപ്പം ഭാര്യയായിട്ട് അഭിനയിച്ച തുനിയെ കുറിച്ച് എന്നോട് അന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും എന്റെ ഇത് കൽപ്പന ചേച്ചിയുടെ കാര്യം നമ്മൾ ഓർത്തെടുത്തിരുന്നു. ഇവരൊക്കെ ഇപ്പം വന്ന താരങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ, ഇപ്പൊ വന്ന താരം. ഇതിനകത്ത് അശോകൻ ചേട്ടന് എനിക്ക് അവിടെ ഏറ്റവും ഫീൽ ചെയ്തൊരു സാധനം, ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഇതിൽ വന്ന് ഡയലോഗുകൾ പറയുമ്പോൾ കുറെ സാധനങ്ങൾ ഇമോഷൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഭാര്യയാണെങ്കിൽ അതൊക്കെ ചില സമയത്ത് കൈനിട്ട ഡയലോഗുകൾ ഉണ്ടാവുമോ സ്ക്രിപ്റ്റില്ല? സ്ക്രിപ്റ്റിന്റെ ചെറിയ അങ്ങോട്ട് മറിച്ചൊക്കെ പറയും. അല്ല അതിൻ്റെ അകത്തൊരു ഇമോഷൻ സാധനമല്ലേ, ഒരു ഇമോഷൻ സീനാണല്ലോ അത്. ആ സീനിൽ അതിന്റെ മാറ്റർ പോകാതെ നമുക്ക് പറയാൻ പറ്റും. അത് മാറ്റർ പോകാതെ തന്നെ നമുക്ക് പിടിച്ച് അല്ല, അവർ പറഞ്ഞ മാറ്റർ എഴുതി വെച്ചാൽ അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ പോവാം, പക്ഷെ അതുകൊണ്ടൊന്നും അർത്ഥം മാറില്ല. അർത്ഥം മാറുന്നില്ല, സംഭവം കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററിനെ കുറിച്ച് പറഞ്ഞാൽ ഇഷ്കിന്റെ സിനിമ ഇഷ്ക് നമ്മൾ കണ്ടാണ്, അതിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യാസമാണ് ഈ സിനിമ. എനിക്ക് രതീഷ് രവി എന്ന് പറഞ്ഞ റൈറ്റർ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. രതീഷിനായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര മൂടാണ്. ഇനിയിപ്പോൾ അടുത്തത് രതീഷ് ചെയ്യാൻ വേണ്ടി 3-4 സിനിമയൊക്കെ ഉണ്ട്, അതെല്ലാം വ്യത്യസ്തമാണ്. ഇഷ്ക് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സിനിമ, അധികം ആർട്ടിസ്റ്റുകളില്ലാതെ ഒരു ചെറിയ സെറ്റപ്പിൽ ചെയ്ത ഒരു നല്ല ഹിറ്റ് സിനിമയല്ലേ. അതെ അതെ അതെ. അതിൽ നിന്ന് പെട്ടെന്ന് ഹ്യൂമറിലേക്ക് ഒരു സബ്ജക്റ്റ് വരുന്നു, അടുത്ത വേറൊരു പാറ്റേൺ ആണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായി കുറേ സംഭവങ്ങൾ. ഇതിൽ കുറച്ച് പുതുമുഖങ്ങൾ ഓഡിയൻസിലൂടെ ചിലപ്പം അശോകൻ ചേട്ടൻ മോളായിട്ട് അഭിനയിച്ച പുതുമുഖമാണ്. അത്തരം കലാകാരന്മാരെ അവരുടെ അഭിനയ മികവൊക്കെ അശോകൻ ചേട്ടൻ എങ്ങനെയാണ് വീക്ഷിച്ച ഈ സിനിമ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും. എല്ലാം പുതുമുഖം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് അവരെല്ലാവരും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളെല്ലാവരും പക്കയാണ്. ഇപ്പം ഈ ഇടയ്ക്ക് ഇറങ്ങിയ കുറേ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ചിരിക്കാൻ പറ്റിയ ഒരു സിനിമ ഇത് മാത്രമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എല്ലാ സിനിമയും കണ്ടുപോവാ. പിന്നെ ഫാലിമി കുറച്ച് കോമഡി ആയിട്ട് നമുക്ക് പ്രേക്ഷകർ മുമ്പിൽ എത്തുന്നുണ്ട്. ഈ സിനിമയിൽ എന്തുമാത്രം വിശ്വാസം അർപ്പിച്ചാണ് അശോകൻ ചേട്ടൻ ഡേറ്റ് കൊടുത്തത്? അതെന്ത് ചോദ്യമാണ്? നമുക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് ആദ്യം തന്നെ ഒരു കഥ കേൾക്കാൻ അത് ഇഷ്ടപ്പെടും. ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്നു. അത് എനിക്ക് പറ്റിയതാണെന്ന് ആദ്യം ചിന്തിക്കും. അതാണ് ഞാൻ ചോദിച്ചത്. എനിക്കിപ്പോ പറ്റാത്താണെങ്കിൽ ഞാൻ പറയും ഞാൻ ചെയ്താൽ ശരിയാവില്ല ഇത് എന്ന് പറയും. ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നു ഞാൻ ഡേറ്റ് കൊടുത്തു. അത് എത്ര ബന്ധമാണെങ്കിലും നമ്മൾ പറയും. പറയണ്ടേ? അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത വേഷം എനിക്ക് ചെയ്ത് നശിപ്പിക്കണേക്കാൾ നല്ലത് ചെയ്യാതിരിക്കുന്നതല്ലേ. തീർച്ചയായിട്ടും ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന ബോധ്യം വന്നപ്പോൾ ഞാൻ ഡേറ്റ് കൊടുത്തു. ഈ ക്യാരക്ടർ ഇന്ന ആളുകളാണല്ലോ അശോകൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? മെയിൻ ആർട്ടിസ്റ്റുകൾ ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു, അവരൊക്കെയാണ് ചെയ്യണേന്ന് പറഞ്ഞു. ഒരു ചേർത്തലയാണ് ലൊക്കേഷൻ. ഒത്തിരി സിനിമകൾ ചരിത്രം സൃഷ്ടിച്ച സ്ഥലമാണ് ആലപ്പുഴ ചേർത്തല. അവിടെ തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ ഉണ്ടായത്. ആ വീട്ടിലേക്ക് ഒരു അനുഭവം എന്തായിരുന്നു? ആ ലൊക്കേഷൻ സമയത്ത് ഒരു അനുഭവം? ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഇതിനു വേണ്ടി പണിത് വെച്ച പോലത്തെ വീടുകളൊക്കെ ആയിരുന്നു. കൃത്യമായിട്ട് സെറ്റിട്ട പോലത്തെ ഒരു വീടായിരുന്നു. കാരണം അതൊക്കെ ഒറിജിനൽ അവിടെ ഉണ്ടായ വീടുകളാണ്. എൻ്റെ വീട്, എൻ്റെ അനിയൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പണിതുകൊണ്ടിരിക്കുന്നത് ദുബായ്ക്ക്. അങ്ങനത്തെ വീടൊക്കെ കറക്റ്റ് അതുപോലെ ഇപ്പൊ ഈ പാർട്ടി ആഫീസ്, ആ കാര്യാലയം എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ കറക്റ്റ് അതുപോലെ തന്നെ കിട്ടിയത്. അങ്ങനെ എല്ലാ ലൊക്കേഷനും കറക്റ്റായിരുന്നു, എല്ലാം ഒത്തു കിട്ടിയ നല്ല വിഷ്വലും നല്ല പച്ചപ്പും ഒക്കെ ഉള്ളൊരു
നല്ല ബെസ്റ്റ് ലൊക്കേഷൻ ആയിരുന്നു. ഈ മാർത്താണ്ഡന്റെ സിനിമകൾ പലതും നമ്മൾ കണ്ടതാണ്. അപ്പൊ അവിടെയൊക്കെ ഹിറ്റ് അടിച്ച മമ്മൂക്കാനെ വെച്ച് സിനിമ ചെയ്ത എല്ലാ സിനിമയും 4ാമത്തെ സിനിമ വെച്ചാണ് എൻ്റെ അറിവിൽ മാർത്താണ്ഡന്റെ. മാർത്താണ്ഡനെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റികൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു മിടുക്കനായ സംവിധാനം നമുക്ക് പറയാൻ പറ്റും. നല്ല ഡയറക്ടറാണ്, നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് പുള്ളി പിടിച്ചത്. ലൊക്കേഷനിൽ എങ്ങനെയായിരിക്കും പുള്ളി? പിന്നെ പുള്ളി ഭയങ്കര ടെൻഷൻ്റെ ആളാണ്. ഷൂട്ട് നടക്കുമ്പോഴൊക്കെ ഭയങ്കര എനർജിയാണ്, നല്ല എനർജി. നമുക്ക് ഭയങ്കര മൂഡാണ് കൂടെ വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു മൂഡ് ഉണ്ടപ്പോഴാണ് നമുക്കും കൂടെ കുറച്ച് പിന്നെ മറ്റേ സജഷനൊക്കെ സ്വീകരിക്കും. നല്ലതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നല്ലത്, അങ്ങനെ ചെയ്യാം നമുക്കെന്ന് പറയും. അല്ലാതെ നമ്മളെ വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മോശമാണെങ്കിൽ പറയില്ല, മോശമാണെങ്കിൽ അത് വേണ്ട ഇങ്ങനെ ഒരു അർത്ഥത്തിലൊക്കെ അങ്ങനെ ആകും. അതുപോലെ ഓക്കെ, നല്ല മൂഡാണ് പുള്ളിയോട് വർക്ക് ചെയ്യാൻ. ഒരു അച്ഛനുണ്ടാവുന്ന ഫീല് മൊത്തം ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, ഒരു അച്ഛനുണ്ടാവുന്ന ഒരു പെൺമക്കൾ, ഒരു മോള് നഷ്ടപ്പെട്ടു പോകുമ്പോ ഉണ്ടാവുന്ന വിഷമം അത് നമുക്ക് തമാശയിലൂടെയും നമ്മൾ മനസ്സിൽ ആഴത്തിൽ തട്ടുന്ന വിഷമത്തിലൂടെയും പറഞ്ഞു വെക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ അല്ലെ അശ്വൻ ചേട്ടാ? അത് എനിക്ക് തോന്നിയത് അത് അങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്യണ പ്രത്യേക കഴിവ് തന്നെ വേണ്ടേ? അല്ല, അതിന് ശരിക്കും ഹ്യൂമർ ക്യാരക്ടർ അല്ല, പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ പെർഫോം ചെയ്യണ ചില സ്ഥലത്തൊക്കെ ടോട്ടാലിറ്റിയിൽ ഹ്യൂമർ ഉണ്ട്. നമ്മൾ പറയുന്നത് അതിൻ്റെ അകത്ത് നമ്മുടെ വേദനയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഹ്യൂമർ ഉണ്ട്. വേറെ നമ്മുടെ വേദന തന്നെയാണ് അതിന് ചെയ്തേക്കുന്നത്. ആ വേദന ഈ പറഞ്ഞ സിറ്റുവേഷനിൽ മാത്രം ഹ്യൂമർ വന്നു പോകുന്നു മാത്രമേ ഉള്ളൂ. എല്ലാ ക്യാരക്ടറും ഒന്നിനൊന്ന് മെച്ചമെന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് പറയാം. ആരെയും മാറ്റി നിർത്തണ്ട, വന്നു പോയ എല്ലാ ക്യാരക്ടറും നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സിനിമയിൽ നിന്നും മാറി ഇത്തരം സബ്ജക്റ്റുകൾ, ഫാമിലി സബ്ജക്റ്റുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഫാമിലി മാത്രമായിട്ട് അങ്ങ് പോകുന്ന സബ്ജക്റ്റുകളാണ്. ഇതിൽ എല്ലാം ചേർന്നപ്പോഴാണ് ഈ സിനിമയ്ക്ക് ഒരു വിജയം കണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ. ഈ ഇങ്ങനെ ഫാമിലി സബ്ജക്റ്റുകൾ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചേർന്ന് നമുക്ക് തമാശയ്ക്ക് തമാശയുണ്ട്, വേദനയ്ക്ക് വേദനയുണ്ട്, നമ്മുടെ നഷ്ടങ്ങൾ നമുക്ക് അല്ല, ഇതൊരു ശരിക്കും ഒരു ഹ്യൂമർ ഫിലിമാണ്. നമ്മൾ പറയേണ്ടത് ഇതൊരു ഹ്യൂമർ സിനിമ തന്നെയാണ്. കാരണം അതിൻ്റെ അകത്ത് നമ്മളിപ്പോ ഒരു തമാശ ചെയ്യാൻ നേരത്തും അല്ലെങ്കിൽ ഒരു ഇമോഷൻ ചെയ്യാൻ നേരത്തും അതിൻ്റെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം. ഒരു തമാശ പടത്തിൽ വേദന ഇല്ലാതിരിക്കുമോ? അത് ഏത് ഹിറ്റ് സിനിമകളും കോമഡി ആയിട്ടുള്ള സിനിമകളും എടുത്തു നോക്കിയോ, അതിൻ്റെ അകത്തൊരു നൊമ്പരം ഉണ്ടാവും. ആ നൊമ്പരമുള്ള തമാശകൾക്ക് എപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ പതിയും. പഞ്ചാബി തന്നെ ഇപ്പൊ എനിക്ക് എൻ്റെ കാര്യമാണെങ്കിലും ഞാൻ ഈ ബോട്ടിൽ ഈ മുതലാളിയുടെ കൂടെ ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ നടക്കുന്ന അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. മുതലാളിക്ക് ബോട്ട് പിടിച്ചു വെച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ദിലീപിന്റെ ക്യാരക്ടറിനും അതുപോലെ തന്നെ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം തടിച്ചാടി ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്. നൊമ്പരമുണ്ട്, ആ വീട്ടിൽ വേദനയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതിൽ കൂടെ ഇത്രയും ഹ്യൂമറായിട്ടൊരു സിനിമ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നതാണ്, ഗംഭീരമായിട്ട് സംഭവിച്ചു എന്നുള്ളതാണ്. ആ ഒരു കൂട്ടുകെട്ട് നിങ്ങളുടെ ഒരു സിനിമ ഇനി വേണ്ട ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക്, നിങ്ങളുടെ ആ കൂട്ടുകെട്ട് അത് അവര് തീരുമാനിക്കണ്ടേ? അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ വിളിക്കുന്നത്, നമ്മളൊക്കെ ഇപ്പൊ ജോലിക്കാരല്ലേ, വിളിക്കുമ്പോൾ ചെന്ന് അഭിനയിക്കുന്നു, ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ല, നിങ്ങളുടെ ഒരു സൗഹൃദമാണ് ആ സിനിമ. സൗഹൃദമുണ്ട്. ആ സിനിമ അത്തരം ഒരു സിനിമകളാണ് നമ്മൾ പ്രേക്ഷകർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ മഹാറാണി ഇപ്പോൾ മഹാവിജയമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അല്ലെ? മഹാറാണി മഹാവിജയത്തിലേക്കാണ് പോകുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. സിനിമകൾ വിജയിക്കണം, എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് ആഗ്രഹിക്കണം നമ്മളെല്ലാവരും. എല്ലാ സിനിമകളും വിജയിക്കണം. ഇത്രയും ഇത്രയും ആക്കിയ അശോകൻ ചേട്ടന് പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളൂ? അല്ല, എല്ലാവരും മഹാറാണി കാണണം. കാരണം മഹാറാണി ബോറടിക്കുന്നൊരു സിനിമയല്ല. നമുക്കൊരു 2 മണിക്കൂർ, 2.7 ഉള്ളൂ, 2 മണിക്കൂർ ആസ്വദിച്ച് സിനിമ കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ചിരിക്കാനുണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്. എന്നാൽ അതിൻ്റെ അകത്തൊരു ചെറിയ ഒരു വേദനയുണ്ട്. ആ ഒരു വിഷയം തന്നെ നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതായത് ഏറ്റവും ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടും, യൂത്തിന് ഇഷ്ടപ്പെടും, അത് പറഞ്ഞിരിക്കുന്ന രീതി ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ല സിനിമയാണ് മഹാറാണി. എല്ലാവരും കാണണം.